മധുചന്ദ്രികയിലൂടെ ഒരു പിടി നല്ല ഗാനങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ? കൊടിയിലെ എന്ന രാജസാറിന്റെ പാട്ട്. കൊടിയിലെ മല്ലിയപ്പൂ മണക്കുതേ മാനേ, എടുക്കവാ தொடுக்கவா துடிக்கிறேன் நானே, பறிக்க சொல்லி தூண்டுதே பவளம் மல்லி தோட்டம், நெருங்க விடவில்லையே நெஞ்சுக்குள்ள கூச்சம், கொடியிலே மல்லியப்பூ மணக்குதே மானே, எடுக்கவா தொடுக்கவா തുടിக்கிறேன் എല്ലാ രാജ്യവും ഒരുപാട് ചേട്ടൻ്റെ രാസാത്തി ഉന്നെ കേൾക്കാതെ ഭയങ്കര വിഷമം. കഴിഞ്ഞ ദിവസം കൂടെ ആ സിനിമ ഉണ്ടായിരുന്നു സൺ ടി വിയിൽ. ഞാനിപ്പോൾ അത് കണ്ടു കുറച്ച് സമയം. വൈദ്യകാലത്തിനാണ് അതിന് ഫീമെയിൽ വേർഷൻ, ഞാൻ 2 വേർഷനും ഉണ്ടല്ലോ, മെയിലും ഫീമെയിലും ഉണ്ട്. ഫീമെയിൽ വേർഷനിൽ ഇങ്ങനെ ഒരു സുശീല പാടി പുഴയിലൂടെ ഇങ്ങനെ വഞ്ചി ഇങ്ങനെ ഒഴുകി പോണ ഒരു ഇതാണ് സീൻ. മറ്റേ പിന്നെ ഒരു 2 പേരും കൂടെ ഉള്ളത് ഒറ്റയ്ക്ക് ഇരുന്ന് പാടുന്നത്, വിജയകാന്ത് ഒറ്റയ്ക്ക് ഇരുന്ന് പാടുന്ന രാസാത്തി ഞാൻ പാടിയത്. അല്ല ഒരു ദിവസം 3 പാട്ടെടുത്താ. അതൊരു കഥ വെച്ചാൽ ഒരു ദിവസം ആദ്യം നിന്ന് രാസാത്തി കാലത്തെടുത്തു റെക്കോർഡിങ് പ്രസാദിൽ. അപ്പം തന്നെ ഡിവേറ്റ് എടുത്തു. ഇൻട്രയ്ക്ക് ഏനിന്ദാനന്ദമേ ആഭോഗി ഇമ്പത്തിൽ ആടുത് എൽ മനമേ, കനവുകളിൽ സ്വയം വരുമോ കൺതിറന്താൽ സുഖം വരുമോ, ഇൻട്രയ്ക്ക് இந்த ആനന്ദമേ. അങ്ങനെ രാബോഗി ഇളയരാജ ഉണ്ടാക്കി ആ പാട്ടും. ഇത് രാസാത്തി രാബോഗി ഉണ്ടാക്കി. അതിപ്പോൾ പാടാണ്ട് അത് കിങ് ഓഫ് മെലഡി. ഇത് മന്ത്രിയാണ്, അത് രാജാവാണ്. അതെന്ന് വെച്ചാൽ തങ്കരഥം വന്നത് തേരിനിലെ நல்ல தளிர் மேனி வந்தது வீதியிலே, மரகத தோரணம் அசைந்தாட நல்ல மாணிக்க மாலைகள் கவி பாட, தங்கரதம் வந்தது தேரினிலே. மாங்கனி கன்னத்தில் தேனூறு சிறுமை விழிக்கிண்ணத்தில் மீனாட, மாங்கனி கன்னத்தில் தேனூறு சிறுமை விழிக்கிண்ணத்தில் மீனாட, தேன் தரும் வாழைகள் போராட, தேவியின் பொன்மேனி தள்ளாடு ஆடு, தங்கரம் வந்தது திருநிலே. ഇത് MSVയുടെ ആ ബോഗി. ഞാൻ പറഞ്ഞ അത് ആ ബോഗി, ഇത് ഈ ബോഗി. അപ്പൊ ആ ദിവസത്തേക്ക് തിരിച്ചു വന്നാൽ പാടിയത് ബാലമുരളി സാറല്ല, സുശീലാമ്മയും. എൻ്റെ അങ്ങനെ കോമ്പീറ്റ് ചെയ്ത് പാടിയിരിക്കുക. ആരാന്ന് അതൊരു ബ്യൂട്ടിഫുള്ളാണ്. അത് ഏത് സിനിമയിലെ? കലൈക്കോവിൽ എന്നൊരു പടം. കലൈക്കോവിൽ. അത് MSV സാർ എടുത്ത പടമാണ്. പ്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. പാവം കയ്യിൽ നിന്ന് പണം പോയിട്ടുള്ള ആളാണ്. പക്ഷേ പാട്ടുകൾ എല്ലാ പടത്തിലും ഇതിൽ തന്നെ സുശീലമ്മയുടെ ഒരു പാട്ടുണ്ട് ഈ പടത്തിൽ. ദേവിയറിരുവർ മുരുകനുക്ക് തിരുമാലഴകൻ മരുകനുക്ക് ഏനടി തോഴി അറിവായോ എനക്കോരിടം നീ തരുവായോ, എനക്കോരിടം നീ തരുവായോ,
தேவியரிருவர் முருகனுக்கு திருமாலழகன் மருகன். അതാണ് അഴക്. മുരുകൻ്റെ അഴകുള്ള ഒരു വരി. തിരുമാലഴകൻ മരുകനുക്ക് ഏനടി തോഴി അറിവായോ എനക്കൊരിടം നീ തരുവായോ എനക്കൊരിടം നീ തരുവായോ. കലൈകളിലെ അവൻ കവിഞ്ഞനടി തിരുമുഖം ഒன்றாய் കലർന്നതടി. കലൈകളിലെ അവൻ കവിഞ്ഞനടി തിരുമുഖം ஒன்றாய் கலந்ததடி. இதயத்தை மெல்ல மெல்ல கலந்ததடி தன்னோடு தன்னை கலந்ததடி. தேவியர் இருவர் முருகனுக்கு திருமாலழகன் மருகன் திருமாலழகൻ മരുകനുക്ക്. അതാണ് ചേട്ടാ. പാട്ട് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താങ്കൾ എത്രയധികം പാട്ടുകളാണ് ഈ പരിപാടിയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞാൽ അതിന് വാക്കുകളില്ല. അല്ല, എനിക്കറിയുന്നത് ഞാൻ പാടുന്ന മാത്രമേ ഉള്ളൂ. ശരിയാണെന്ന് പറ്റാന്ന് എനിക്കറിയില്ല. രാസാത്തി അത് പിന്നെ എല്ലാവരും പാടുന്ന പാടില്ല. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானே ஒன்ன தேடுது. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது. കണ്ണുക്കൊരു നക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീ താനമ്മ. തത്തിത്തവളും തങ്കച്ചിമിഴേ പൊങ്കിപ്പെരുകും സങ്കത്തമിഴേ മുത്തം തരണിത്തം വരും നക്ഷത്തിരം. யாரோடு இங்கு எனக்கென்ன பேச்சு நீதானே கண்ணே நான் வாங்கும் மூச்சு வாழ்ந்தாக வேண்டும் வா கண்ணே. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போனாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானே ஒன்ன தேடுது. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது പോലാടുത്. പിന്നെ കവിതയും ഈണവും ഒരേപോലെ അല്ല? വളരെ കവിത വാലിസാറിൻ്റെ ആണല്ലേ? കാത്തിരുന്ന് കാത്തിരുന്ന് കാലങ്ങൾ പോകുതടി. പൂത്തിരുന്ന് പൂത്തിരുന്ന് പൂവിഴി നോകുതടി. நேத்து வர சேர்த்து வச்ச ஆசைகள் வேகுதடி. நீ இருந்து நான் நினைச்சா நிம்மதியாகுமடி. காத்திருந்து കാത്തിരുന്ന് കാലങ്ങൾ പോകുതടി. മൂന്ന് പാട്ട് ഒരു ദിവസം എടുത്താൽ ഒരു ദിവസം ഈ കാത്തിരുന്നും രാസാത്തിയും മറ്റേ ആഭോഗിയിലെ ബോധം ഒറ്റ ദിവസം റെക്കോർഡ് ചെയ്ത് ഇളരാജക്ക് ഓർമ്മയില്ല. ഇന്ന് ഇത്തവണ പ്രോഗ്രാം ഞാൻ രാജா அந்த பாட்டு ஒரு நாளைக்கு 3 பாட்டாണ്. ஜாவில ஜெயன் அம்மா எனக்கு ஞாபகம் இருக்கு, நான் சொல்கிறேன். ஒரு நாளைக்கு 3 പാട്ട്. രാജ സാറിൻ്റെ മ്യൂസിക്കിലൊക്കെ പാടുന്നതിന് മുമ്പ് തന്നെ ദേവരാം മാസ്റ്റർ റെക്കോർഡിങ്ങിനൊക്കെ സാർ പാടുന്ന സമയത്ത് ഒരുപാട് പാട്ടുകൾക്ക് രാജ സാർ വായിച്ചിട്ടുണ്ടല്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ട്. കീബോർഡ് വായിച്ചിട്ടുണ്ട് രാജ എന്നൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് തുടക്കകാലം മുതൽ തന്നെ കണ്ട് അല്ലേ? എനിക്കാണ് ഒരു 40-50 ചിത്രങ്ങൾക്ക് ദേവരാം മാസ്റ്റർ വായിച്ചിട്ടുണ്ടാവും അല്ലേ? അന്ന് പക്ഷേ ഇപ്പം ഞങ്ങൾക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ്. നമ്മളിപ്പോൾ നമ്മളെ പാട്ടുകളൊക്കെ ആര് വായിച്ചെന്ന് പോലും പലപ്പോഴും അറിയുന്നില്ല, കാണുന്നില്ല. അന്നൊക്കെയെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വലിയ സൗഹൃദം ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ടല്ലേ. പിന്നെ ഇളയരാജയുടെ നമ്മളെ ഈ 50 years ഓഫ് മലയാളം ഫിലിംസ് മുമ്പ് ഇളയരാജ കാണാൻ എൻ്റെ കാറിലാണ് ഞാൻ മാസ്റ്റർ കൊണ്ടുപോയത്. രാജയെ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനോട് പറഞ്ഞു നോക്കാം, അത് കിട്ടുമെങ്കിൽ കിട്ടട്ടെ വീടതല്ല. ഞാൻ കാറിൽ കൊണ്ട് ചെന്ന് വീഴപ്പോൾ രാജ വലിയ ബിൽഡിംഗ് അല്ലേ. അപ്പോൾ എന്നോട് കയറി ചെന്ന് പറഞ്ഞാൽ
എടാ ഇവനൊരു കൊട്ടാരം കെട്ടിച്ച് വെക്കാനുള്ളൂ മാഷ് അത് കയറി ഇരുന്ന് അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ കൊള്ളാം എന്നപ്പോൾ അപ്പോൾ ഒരുത്തം വന്നു അയ്യാ തൂങ്ങിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മാസ്റ്റർ പറഞ്ഞത് എന്താ അവൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇളയരാജ രാജ ഉറങ്ങണമെന്ന്. അവനെ ഉറങ്ങട്ടെ എങ്കിൽ നമുക്ക് പോവാം. സാറേ അങ്ങനെ വേണ്ട അതായിരിക്കും എന്താ നീ പറയുന്ന പോലെ ശരി കുറച്ച് ഇരിക്കാമോ? ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കും പുള്ളി ഇരിക്കാൻ പറഞ്ഞു. ശരി ഇരിക്കാം. അപ്പോഴേക്കും ഊട്ടി വരുന്നു ഇളയരാജ. മാസ്റ്റർ എപ്പോൾ വന്നേക്കാം മാസ്റ്റർ എപ്പോൾ വന്നേക്കാം? വന്ന് കൊഞ്ച നേരാച്ച് എന്നടാ നീ പെരിയ ഇത് കെട്ടി വെച്ചിരിക്കേ പറഞ്ഞു മാസ്റ്റർ. രാജൻ ഇരിക്കണില്ല ഇക്കാർ അമ്മ അപ്പോൾ എന്നാ അപ്പം ഞാൻ പറഞ്ഞു രാജ ഒരു അപ്പോൾ പുള്ളിയൊന്നും പറയുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഇല്ലെങ്കിൽ വേണ്ടാന്നുള്ള മട്ടാണ്, അയാളില്ലെങ്കിൽ ഇറങ്ങി പോകാന്നുള്ള മട്ടാ പിള്ളേർ കാരണം എനിക്കറിയാതെ. അപ്പം ഞാൻ പറഞ്ഞു രാജ മാസ്റ്റർ ഒരു പ്രോഗ്രാം കണ്ടക്ട് ഉണ്ടായിരുന്നു 50 years സമ്മേളനം എങ്കേജ് ട്രിവാൻഡ്രത്തിൽ. അപ്പം ഞാൻ എന്നെ പണ്ണു. അപ്പോൾ എടുത്തുടനെ സാറ് നീ ഒന്നും നീ വന്ന പ്രോഗ്രാം വന്നാൽ പോറും. അപ്പം ഞാൻ പറഞ്ഞു നമ്മളെന്തിനാ വന്ന കാശ് കിട്ടാനല്ലേ നമ്മൾ. അപ്പം ഞാൻ പറഞ്ഞു അതല്ല രാജ. അപ്പം സാർ ഞാൻ പറയാം സാറേ അതെങ്കിൽ നീ പറഞ്ഞു. ഞാൻ പറഞ്ഞു രാജ എന്തമാതിരി 2 ഓപ്ഷൻ എടുക്കും. ഒന്ന് വന്ന് മൊമെൻറ്റോ, ഒന്ന് വന്ന് ഇത് എല്ലാ ആർട്ടിസ്റ്റിനും മൊമെൻറ്റോ അല്ലേ? മൊമെൻറ്റോൻ്റെ ഉണ്ട് ഒരു ഓപ്ഷൻ. പിന്നെ വേറൊരു ബുക്ക് ഇറക്കുന്നത് അതിൻ്റെ എക്സ്പെൻസ് 50 വർഷത്തെ ചരിത്രമുള്ള പുസ്തകം. അതിൻ്റെ ഏതിൻ്റെ എക്സ്പെൻസ് എന്താ വേണ്ടത്? ഞാൻ മൊമെൻറ്റോനാണ് എക്സ്പെൻസ് ഞാൻ കൊടുക്കുന്നത്. അന്നത്തെ കാലത്ത് ആ കാലത്ത് ഞാൻ പറയാം 75,000 rupees ഇന്നത്തെ 7.5 ലക്ഷം രൂപയാണ്. 75 rupees. അപ്പം 25 വർഷത്തോളമായില്ലേ? പിന്നെ എഴുതി തന്നു ഇങ്ങനെ രാജ അങ്ങനെ ഇയാളെടുന്ന് പഞ്ചൂർ രാജ എന്ന് പറഞ്ഞ പുള്ളി അങ്ങനെ എടുത്ത് പൈസ അങ്ങനെ പൈസ മേടിക്കാം പഞ്ചൂക്കിട്ട് പോകുമ്പോൾ പണം കൊടുപ്പാറ് അവർ. അപ്പം ഞാൻ ശരി വിളിച്ച് പറഞ്ഞു മാസ്റ്റർ വരാൻ കുറച്ച് പണം കൊടുത്തു. അപ്പം ഞാൻ ശരി പറഞ്ഞു പോട്ടെ എന്ന് പറയണമെന്നില്ല സാറ് രാജ പോയി പറയാനൊന്നും പറയില്ല. പോവാടാ മാസ്റ്റർ പോയി ശരി ഓക്കെ നല്ലായിരുന്നു ഇറങ്ങിപ്പോന്നു. അതിനിപ്പോൾ പുറത്തിറങ്ങിയ പുള്ളി അല്ലെങ്കിൽ വേറെ എന്താ മാസ്റ്റർ എടാ ഈ 75,000 രൂപ ഞാൻ എന്നാ ചെയ്യും? ഞാൻ പറഞ്ഞു സാറ് എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് ഞാൻ മേടിച്ചോളാം. അപ്പോൾ ഞങ്ങൾ ശരി പറഞ്ഞു. ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ജൻ്റെ ഒരു കാശ് ഒരു ബണ്ടിൽ കിട്ടി. ഞാൻ കഷത്തിൽ വെച്ചു. എടാ നീ എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞു സാറ് പോവാം ഞാൻ വെച്ചോളാം. പുള്ളിക്ക് പിടിച്ചല്ല എവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ ഉമ്മ AT ഉമ്മർ മാസ്റ്റർ ഉമ്മറപ്പോൾ വന്നു പറഞ്ഞു. അവർ ഇവനേ നമ്മൾ രാജയുടെ അടുത്ത് 75,000 രൂപ കഷ്ടത്തിൽ വെച്ച് വന്നിരിക്കുക. അപ്പോൾ ഉമ്മൊക്കെ എടുത്തു പറഞ്ഞ അതിനെന്താ മാസ്റ്റർ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവൻ്റെ പേരിൽ ഒരു 10,000 എൻ്റെ പേര് 10,000 എൻ്റെ പേര് അങ്ങനെ വിഭജിച്ചിടാം. കൊള്ളാമല്ലോ ബുദ്ധി ആള് കൊള്ളാം ബുദ്ധിയുള്ള ആളാ ഉമ്മറ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെയ്താണെന്ന് പൈസ ഇതിട്ടിട്ട് ഇളയരാജയാണ് ആ മൊമെൻറ്റോൻ്റെ കാശ് തന്ന ഇളയരാജ. അതെന്തായാലും ഒരു വലിയൊരു അനുഭവമായിരുന്നല്ലോ ആ പ്രോഗ്രാം. ഒരു കാലം ഞാൻ സാറിൻ്റെ കൂടെ ഇപ്പം എൻ്റെ ഞങ്ങളെ കാറിലൊന്നും വെച്ച് പോകാറ് ഇതൊന്നും. ഇത് പിന്നെ ഇതിന് മുമ്പ് ബാബുരാജിൻ്റെ ബാബുക്കയുടെ മരണം കഴിഞ്ഞിട്ട് ഞാൻ സാറും കൂടെ പണം കളക്ട് ചെയ്യാൻ ഇറങ്ങി. പലയിടത്തും പണം കിട്ടിയില്ല, ചിലത് തന്നു. അപ്പോൾ ഏറ്റവും ടച്ചിങ് ആയത് ശിർഗാഴി സാറിൻ്റെ വീട്ടിൽ പോയാണ്. ശിർഗാഴി അപ്പോൾ ഞാൻ മാസ്റ്റർ കണ്ണിൽ വെള്ളം എന്ന് പറയണപ്പോഴാണ് അതല്ലേ ഞാൻ ഇരിക്കുമ്പോൾ ശിർഗാഴി ഇവിടെ ബാബുരാജൻ്റെ മ്യൂസിക് ഞാൻ അവർക്കൊരു പാട്ട് ശിർഗാഴി സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ടോ ഡിവോഷണൽ ബാബുക്കാക്ക്. അപ്പം ഒരു പാട്ട് அம்மா என்ன மாஸ்டர் இந்த மாதிரி அவர் ஒரு ஃபேமிலிக்கு ஒரு இது பண்ணுறாரு, அவர் இறந்துட்டாரா சரி என்ன நான் என்ன பண்ணேன் மாஸ்டர்? இல்லை இந்த மாதிரி பணங்களை நீங்கள் எவ்வளோ கொடுக்குறீங்களோ பிளாங்க் செக்கு. இது என்னது சிறுகாய்? இல்லை மாஸ்டர் நீங்கள் போடுங்க மாஸ்டர். இல்லை அப்போ நீங்கள் எவ்வளோ எக்ஸ்பெக்ட் பண்ணுறாரு, நீங்கள் எவ்வளோ ஒன்றா போடுங்க. இல்லை നാമ കൊടുത്തു വെക്കണം സാർ. അപ്പറേ അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയും നമ്മളിതിന് ഭാഗ്യം ചെയ്യണമെന്ന് ഈ പണം കൊടുക്കണതിന്. സത്യം പറയാം ഈ പണം കൊടുക്കണം നമ്മൾ ഭാഗ്യം ചെയ്യണം. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പലർക്കും കൊടുക്കാനാണ്. നമുക്ക് ജീവിക്കാനുണ്ട്, ജീവിക്കാൻ തരുന്നുണ്ടല്ലോ ദൈവം. നമ്മളെ എൻ്റെ മക്കളെയും നല്ല രണ്ടും ഡോക്ടേഴ്സാണ്. എനിക്ക് എല്ലാം ജീവിതത്തിൽ ഒരു കഷ്ടങ്ങൾ അതുകൊണ്ടല്ലോ
പിന്നെ കൊടുക്കാൻ പറ്റുന്ന കിട്ടുന്ന സന്ദർഭമാണ്. ഇവരുടെ നന്മയ്ക്കും എൻ്റെ മക്കളുടെ നന്മയ്ക്കുള്ള സന്ദർഭമാണ്. അതിന് കൊടുക്കാൻ പറ്റുന്ന വലിയ കാര്യമാണ്. വലിയൊരു മനസ്സുണ്ടായിരുന്നു. മാസം ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ ഈ ലോകത്ത്? ഇത്ര വലിയൊരു മനുഷ്യനാണ്. അങ്ങനത്തെ ആൾക്കാർ വലിയൊരു മനുഷ്യനാണ്. കാലത്ത് തന്നെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള ആളാണ് പുകഴേന്തി സാർ. പുകഴേന്തി സാറിൻ്റെ പാട്ടുകളൊക്കെ സാർ പാടിയില്ലേ? മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ അന്ധനാര്, ഇപ്പോൾ അന്ധനാര്, അന്ധകാര പരപ്പിതിൽ അന്ധനാര്, വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ അന്ധനാര്, ഇപ്പോൾ അന്ധനാര്, അന്ധകാര പരപ്പിതിൽ അന്ധനാര്. ലക്ഷ്യമേതുമറിയാതെ ജീവിതത്തിൻ പാതയിൽ തപ്പിത്തടയുന്നു മാനവൻ. കാലത്തിൻ കയ്യിലുള്ള പിലിയൊന്നൊഴിയുമ്പോൾ കാണുന്നു മുന്നിൽ വെറും ശൂന്യത, കാണുന്നു മുന്നിൽ വെറും ശൂന്യത. ദൈവമോ, മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ അന്ധനാര്, ഇപ്പോൾ അന്ധനാര്, അന്ധകാര പരപ്പിതിൽ അന്ധനാര്, അന്ധനാര്, പുകഴേന്തി സാറിന് തന്നെ വേറെ ഒരു പാട്ട് ദൂരെ ദൂരെ എന്ന് പറഞ്ഞൊരു പാട്ട്, അതെനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ഓർമ്മിപ്പിച്ച് തന്നെ അത് ആരും കേട്ടില്ല. അവനെ വെച്ചോണ്ട പാട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ചില വളരെ നല്ല പാട്ടാണത്. നല്ല പാട്ടാണ്. പക്ഷെ ആർക്കും കേൾക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറയാം. അല്ല, സിനിമ ചിലപ്പോൾ പോപ്പുലർ ആവാതെ പോകുന്നതുകൊണ്ടും ചിലപ്പോഴില്ല. എന്താ എന്തോന്ന് ഹംസാണ് വളരെ സിമ്പിൾ സോങ്ങാണ്, ഭാസ്കര മാഷ വരില്ല. പക്ഷെ അതിൻ്റെ അദ്ദേഹം കൊടുത്തിട്ടുള്ള ട്യൂണിൽ ആണ് പുകഴേന്തി സാറിൻ്റെ ദൂരെ 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 നീലാകാശത്തിൻ താഴെ മലകളും കാടും കാവൽ കാക്കുന്ന മലയാളമാണെൻ്റെ ദേശം, മലയാളമാണെൻ്റെ ദേശം. ദൂരെ 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 നീലാകാശത്തിൻ താഴെ മലകളും കാടും കാവൽ കാക്കുന്ന മലയാളമാണെൻ്റെ ദേശം, മലയാളമാണെൻ്റെ ദേശം. തോടും പുഴകളും ഓണക്കിളികളും പാടിയുറക്കുന്ന തീരം, തോടും പുഴകളും ഓണക്കിളികളും പാടിയുറക്കുന്ന തീരം, പവിഴം വിളയുന്ന കായലിൻ മുറ്റത്ത് പഴം വിളിക്കുന്ന ദൂരെ പേരാറിൻ തീരത്തോ പെരിയാറിൻ തീരത്തോ പേരറിയാത്തൊരു ഗ്രാമം, പേരാറിൻ തീരത്തോ പെരിയാറിൻ തീരത്തോ പേരറിയാത്തൊരു ഗ്രാമം. കണ്ണൻ ചിരട്ട കമഴ്ത്തിയ പോലതിൽ മണ്ണുകൊണ്ടുള്ളൊരു മാടം, പേരാറിൻ ആ ജോയിൻ്റ് ആയിട്ട് പേരാറിൻ തീരത്തോ പെരിയാറിൻ തീരത്തോ പേരറിയാത്തൊരു ഗ്രാമം. കണ്ണൻ ചിരട്ട കമഴ്ത്തിയ പോലതിൽ മണ്ണുകൊണ്ടുള്ളൊരു മാടം, പേരാറിൻ തീരത്തോ പെരിയ
അതാണ് ആ പാട്ടിന്റെ ബ്യൂട്ടി, അങ്ങേരുടെ ഗ്രേറ്റ്. ഗ്രാമവും മാടത്തിൻ ദേവിയും മൂടുപടമിട്ട സ്വപ്നം. ഗ്രാമവും മാടത്തിൻ ദേവിയും മൂടുപടമിട്ട സ്വപ്നം. താരിരി നാരിരി താരിരി ലാരിരി നാനാ താനേ. ദൂരെ 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 നീലാകാശത്തിൻ താഴെ മലകളും കാടും കാവൽ കാക്കുന്ന മലയാളമാണെൻ്റെ ദേശം. മലയാളമാണെൻ്റെ ദേശം. ശരിക്കും കാണാം കേരളം ഈ പാട്ടിൽ. വരികളാണ്. അതായത് പേരാറൻ തീരത്തു പെരിയാറും തീരത്തു പേരറിയാത്തൊരു ഗ്രാമം. പിന്നെ അടുത്ത പ്രയോഗം കണ്ണൻ ചിരട്ട കമഴ്ത്തിയ പോലതിൽ മണ്ണുകൊണ്ടുള്ളൊരു മാടം. ഗ്രാമവും മാടവും മാടത്തിൻ ദേവിയും മൂടുപടമിട്ട സ്വപ്നം. ദൂരെ, വളരെ ദൂരെ ഇരുന്നാണ് ഒരാൾ പാടുന്നല്ലേ, ഗ്രാമത്തെ ഓർത്ത് പാടുന്നത്. നാളികേരത്തിന്റെ നാൾ, അതും ഭാസ്കര മാഷ് തന്നെയാണല്ലോ. ഞാൻ പറയും ഇങ്ങനൊരു പേരാറിൻ തീരത്തു പേരറിയാത്തൊരു ഗ്രാമം. പേരാറെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് സാറിന് തന്നെയാണ്. ഭാരതപ്പുഴ. പെരിയാർ എന്ന് പറഞ്ഞാൽ ആലുവാപ്പുഴ. അതിൻ്റെ തീരത്ത് ഏതോ പേരറിയാത്തൊരു ഗ്രാമമുണ്ട്. അതിൽ കണ്ണൻ ചിരട്ട കമഴ്ത്തി പോലൊരു കൊച്ചൊരു അതിൻ്റെ ആ ചിത്രം നോക്കും കണ്ണൻ. ഈ കണ്ണൻ ചിരട്ട അങ്ങനെ ഉപയോഗിക്കുള്ളൂ. അതൊക്കെ ഭാസ്കരൻ്റെ കയ്യിലുള്ളതാണ്. അത് ഒരാൾക്ക് അത് ഉപയോഗിച്ചിട്ടുമില്ല, ഉപയോഗിക്കാനും പോകുന്നില്ല. ഇപ്പം നമ്മളിപ്പം പഴയ കാലത്തെ പാട്ടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും ഈ ഗ്രാമത്തിൽ നാരായണക്കിളി കൂടുപോലൊരു നാരായണക്കിളി കൂടുന്ന അങ്ങനെ തന്നെ ഉപയോഗിക്കുള്ളൂ. അതെ അതെ അതെ. അല്ല ഇപ്പോൾ ഈ ഓരോ പാട്ടുകൾ നമ്മൾ പറയുമ്പോൾ ഈ പഴയ കാലത്ത് ജയൻ സാർ പാടി ഈ പാട്ട് തന്നെ ഇപ്പോൾ ഒരു പുതിയ അനുഭവമായിരിക്കും പക്ഷേ പ്രേക്ഷകർക്ക്. ഇപ്പോൾ അടുത്ത കാലത്തുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. നാടിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഇപ്പം പൊതുവേ നമ്മുടെ ചാനലിൻ്റെ ഷോസിലൊക്കെ ആദ്യം പാടുന്നൊരു പാട്ടാണ് കേരനിരകളാടും. അതെല്ലാവരും കാര്യം, അതും നമ്മുടെ നാടിനെ കുറിച്ച് ഒരു പാട്ടാണ്, കുട്ടനാടിനെ കുറിച്ച്. അതെ, ഞാറ്റോലപ്പ. ഹരിതചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും തണുവലിയുമീരൻ കാത്തിൽ ഇളഞ്ഞാറിൻ ഇലയാടും തുള്ളിരുളാവും നാട് നിറപ്പൊലിയേകാമിൽ അരിയതേരിന പുതുവിള നേരും ഓരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം തളനീളം കവിത പാടും തീരം കായലകൾ പുല്ലും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്. ഭാസ്കരൻ മാഷ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ പലപ്പോഴും രാഘവ മാഷ അറിയാം. ഇപ്പോൾ നാളികേരത്തിൻ്റെ പറയുമ്പോൾ നമ്മൾ അറിയാം രാഘവ മാഷ ഓർമ്മിക്കും. രാഘവ മാഷയുടെ എനിക്ക് ജയൻ സാർ പാടിയ പാട്ടിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് പൂർണ്ണേന്ദു മുഖിയോടമ്പലത്തിൽ. പൂർണ്ണേന്ദു മുഖിയോടമ്പലത്തിൽ വച്ചു പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. കൺമണിയതു കേട്ടു നാണിച്ചു നാണിച്ചു കാൽനഖം കൊണ്ടൊരു വരച്ചു. പൂർണ്ണേന്ദു മുഖിയോടമ്പലത്തിൽ വച്ചു പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. ആരാധന തീർന്നു നടയടച്ചു ആൽത്തറ വിളക്കുകൾ കണ്ണടച്ചു. ആളുകൾ ഒഴിഞ്ഞു അമ്പലക്കുളങ്ങരെ അമ്പിളി ഈറൻ തുകിൽ വിരിച്ചു. പൂർണ്ണേന്ദു നാമിരുപേരും തനിച്ചിങ്ങു
തോന്നും പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ചു പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. കൺമണി അതു കേട്ടു നാണിച്ചു താനകം കൊണ്ടൊരു വര വരച്ചു വര വരച്ചു വര വരച്ചു. ഈ പടത്തിൽ വേറൊരു പാട്ട് കൂടി ഉണ്ട്, ജാനകിയമ്മ പാടിയത്. അപ്പോൾ അതെടുക്കാനായിട്ട് രാഘവ മാസ്റ്റർ വിളിച്ചു വരുത്തി മദ്രാസ്. അന്ന് രാഘവ മാസ്റ്റർ ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുക കോഴിക്കോട്ട്. ആദ്യം അദ്ദേഹത്തിന് മോളി എന്ന പേരിൽ എന്തോ വലിയ കൗതുകമാണ്. അത് ഇതിനകത്ത് കുഞ്ചാക്കോടെ പടത്തിൽ ഉദയയിലാണ് മോളി എന്നുള്ള പേര് മാറ്റിയിട്ട്. അത് ഈ ഓൾ ഇന്ത്യ റേഡിയോ വർക്ക് ചെയ്യുമ്പോൾ അവർ സിനിമയിൽ വർക്ക് ചെയ്യാൻ പാടില്ല, പേര് മാറ്റി നോക്കിയതാണ്. ബാലമുരളി എന്ന പേര്, ബാലമുരളി എന്ന പേരിലാണല്ലോ ONV സാർ എഴുതിയിട്ടുണ്ട്. അതെ അതെ അതെ, അതാ കാരണം. സാറ് അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അധ്യാപകനായിരുന്നല്ലോ. അതെ അതെ, അന്ന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാട്ട് കൂടെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് രാഘവ മാസ്റ്ററെ വിളിച്ചു വരുത്താനായിട്ട് മദ്രാസിലേക്ക് വിളിച്ചു വരുത്താൻ ഞായറാഴ്ച റെക്കോർഡിങ് വെച്ചു. ഞായറാഴ്ച റെക്കോർഡിങ് കാലത്ത് കഴിഞ്ഞ് വൈകുന്നേരം അദ്ദേഹത്തിന് പോകാമല്ലോ കോഴിക്കോട്ടേക്ക്, പിറ്റേന്ന് കാലത്ത് എത്തുമല്ലോ. അപ്പം അങ്ങനെ റെക്കോർഡിങ് ഫിക്സ് ചെയ്തു. അപ്പോൾ പരമേശ്വരൻ പരമോണ്ണൻ എന്ന് പറഞ്ഞു എന്നെ ആദ്യം വിളിച്ചത്. പരമോണ്ണൻ്റെ ഓഫീസിൽ വെച്ച് പരമേശ്വരൻ്റെ ഓഫീസിലേക്ക് രാഘവ മാഷ് വന്നു. അവിടെ വന്നു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ മാഷ് ചോദിച്ചു, അല്ല പരമു അപ്പോൾ പാട്ടെന്ത് അപ്പോൾ ജാനകിയമ്മയെ വിളിച്ച് അന്ന് കോൾ ഷീറ്റാണ് 7 to 1, 2 to 9 2 കോൾ ഷീറ്റാണ് റെക്കോർഡിങ്ങിൽ, 2 പാട്ടാണ്. അപ്പോൾ 7 to 1 കോൾ ഷീറ്റ് ജാനകിയമ്മയുടെ മേടിച്ചു വെച്ചു. അന്ന് വരെ വളരെ ബിസിയാണ്. അത് മേടിച്ച് വെച്ചു. പാട്ട് ഏതാണെന്ന് പറഞ്ഞു കൊടുത്തൊന്നുമില്ല. അവരുടെ കോൾ ഷീറ്റ് കിട്ടി ജാനകിയമ്മയുടെ, പാട്ടില്ല, കിട്ടിയില്ല. അപ്പോൾ എന്താ ചെയ്യുക? അപ്പം ഒരു കാര്യം മാഷേ പരമണ്ണം പറഞ്ഞു, നമുക്കൊരു കാര്യം, ഭാസ്കരൻ മാഷ് മാസ്റ്റർ സ്റ്റുഡിയോയിൽ ഒരു പടത്തിൻ്റെ ഡയറക്ഷൻ ഷൂട്ടിങ്ങിലിരിക്കണം, മാഷെ ഒന്ന് കണ്ടു നോക്കാം, അല്ലാണ്ട് രക്ഷയില്ല. അപ്പം മാഷ് ഇപ്പോഴും ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക, നോക്കാം മാഷെ പോവാം. ഒരു കാറെടുത്ത് നിന്നപ്പോൾ ഭാസ്കരൻ മാഷ്, എന്താ പരമു മാഷെ പോകുന്നു? ഞാൻ പോകുന്നുള്ളൂ മാഷെ. എന്താ പരമു? അല്ല ചെറിയൊരു കാര്യമുണ്ട് മാഷെ. എന്താ വെച്ചത്? അപ്പോൾ അല്ല ഞാൻ ഷൂട്ടിങ്ങിലിരിക്കുക. അതെ, അപ്പോൾ ചെറിയൊരു കാര്യമുണ്ട്, നിങ്ങൾ പറയാം. എന്താ പറയുക? ഒരു ഗ്രാമീണ യുവതിയുടെ സ്വപ്നം, ഇതാണ് സബ്ജക്റ്റ്. ഒരു പാട്ട് ഇപ്പോഴോ? അത് ഇത്രയേ ഉള്ളൂ സംഗതി. ഗ്രാമീണ സ്വപ്നം അത്രയേ പറഞ്ഞുള്ളൂ. അപ്പോൾ വിജയൻ 10 മിനിറ്റ് കേട്ടോ, ഇപ്പോൾ വരാം. ഭാസ്കർ മാഷ് വന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, എപ്പോഴും കാണാം. പരമ ഒരു ബീഡി കത്തിച്ചു തീപ്പെട്ടിയിൽ ഇങ്ങനെ താളം പിടിക്കും, എഴുതി ഞാൻ പോട്ടെ എഴുതി കൊണ്ട് പോയി. ഈ മാസം പാട്ടും കൊണ്ട് കാറി കയറി പാട്ട് നോക്കി വേദാനമോ. തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു തീയെ കിനാവു കണ്ടു. മകയിരപ്പൂനിലാവിൽ ദശപുഷ്പങ്ങളും ചൂടി മാങ്കൊമ്പിൽ പൊന്നോഞ്ഞാലാടിയാടി. തിരുനോമ്പിൽ മനമൂന്നി മലർമകളിരിക്കുമ്പോൾ മദനന്റെ മലരമ്പു ഭഗവാനേറ്റു. പുറകീന്നു മിഴി പൊത്തി പുരഹരൻ ദേവിയുടെ വരമഞ്ഞൾ കുറിയപ്പോൾ മാഞ്ഞുപോയി. ഭഗവതി പിണങ്ങിപ്പോയി, ഭഗവാനോ കുഴങ്ങിപ്പോയി. ഉണർന്നപ്പോൾ കിനാവാണെന്നറിഞ്ഞു ശംഭു. ഈ പാട്ട് എഴുതി കൊടുത്ത ഈ 2 മിനിറ്റ് ഉണ്ട്. അതാണ് കാറിലിരുന്നാണ് കമ്പോസ് ചെയ്യുന്നത്. കമ്പോസ് ചെയ്ത മാഷ് പറഞ്ഞു, എനിക്ക് കമ്പോസിൻ്റെ കാര്യമൊന്നുമില്ല, ഇത് വെറുതെ വായിച്ചാൽ മതി. പരമു എന്തൊരു വരികളാണ് ഇത്. ഈ 2 മിനിറ്റ് കൊണ്ട് എഴുതി കൊടുത്ത ഒരു ഗ്രാമീണ യുവതി സ്വപ്നം എന്ന് പറഞ്ഞപ്പോൾ ഈ മാസ്റ്റർ എഴുതി കൊടുത്ത സംഗതിയാണ്. എന്താ പറയുക, ഇതിലും ഒരു ജീനിയസ് ആരുണ്ട്. ഒരു ഭാഗ്യം, കടാക്ഷം
ഈശ്വര കടാക്ഷം എന്ന് പറയാം. രാഘവ മാസ്റ്ററുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞാൽ തന്നെ ജയൻ സാർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്നതും പാടുന്നതും കണ്ടിട്ടുണ്ട്. ആറ്റിനക്കരെ അക്കരയാ, ഇഷ്ടമുള്ള പാട്ട്. അതൊരിക്കൽ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ഞാനിന്നിപ്പോൾ കുറച്ച് പാട്ട് പാടാന്ന് വെച്ചാൽ അമ്മയ്ക്കില്ല. ആറ്റിനക്കരെ അക്കരെ ആരാണോ ഓ ഓ ഓ ഓ ഓ ആറ്റിനക്കരെ അക്കരെ ആരാണോ പൂത്തു നിൽക്കണ പൂമരമോ എന്നെ കാത്തു നിൽക്കണ പൈങ്കിളിയോ ആറ്റിനക്കരെ അക്കരെ നിൽക്കണതാരാണോ കടവിൽ നിൽക്കും നിന്നെ കാണാൻ കടവ് തോണി കടവ് തോണി കടവിൽ നിൽക്കും നിന്നെ കാണാൻ കടവ് തോണി കടവ് തോണി എൻ്റെ കണ്ണു മൂടിയാൽ നിന്നെ കാണാൻ കനവ് തോണി പെണ്ണെ കനവ് തോണി ആറ്റിനക്കരെ അക്കരെ വേറൊരു പാട്ട് നമ്മൾ ഈ ഇതിലെ മാഷം കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്നെ തന്നെ കിനാവ് കാണും നിന്നെ 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 മാത്രം നിന്നെ 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 മാത്രം കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്നെ തന്നെ കിനാവ് കാണും നിന്നെ 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 മാത്രം നിന്നെ 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 മാത്രം. ഇത് വേറൊരു പാട്ട്. ഇത് രാഘവ മാഷ് അതുപോലെ അത് ത്രേതായുഗത്തിലെ സീതയല്ല നീ ആദിപാപം ചെയ്ത ഹൗവയല്ല താഴോട്ടു താഴാൻ താഴോട്ടു താഴാൻ ഭൂമി പിളരില്ല താങ്ങാൻ ആദാം കൈ നീട്ടില്ല ത്രേതായുഗത്തിലെ സീതയല്ല നീ ആദിപാപം ചെയ്ത ഹൗവയല്ല താഴോട്ടു താഴാൻ ഭൂമി പിളരില്ല താങ്ങാൻ ആദാം കൈ നീട്ടില്ല ത്രേതായുഗത്തിലെ സീതയല്ല നീ സീതയല്ല നീ സീതയല്ല. പടത്തില് എത്രയോ പാട്ടുകൾ പാറിപ്പറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കൂരമ്പേറ്റൊരു ശാരിക നീ പാറിപ്പറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കൂരമ്പേറ്റൊരു ശാരിക നീ താനാല താനല താനാനീ തരാനീ ത്രേതായുഗത്തിലെ സീതയല്ല നീ ആദിപാപം ചെയ്ത ഹൗവയല്ല. അപൂർവ സുന്ദര ഗാനങ്ങളുമായി മധുചന്ദ്രികയിൽ പി ജയചന്ദ്രനും സുദീപിനുമൊപ്പം. നന്ദി, നമസ്കാരം.